ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 84-ാം ദശകത്തിലെ കഥകൾ നോക്കാം. സമന്ത പഞ്ചക യാത്ര എന്ന ശീർഷകമാണ്. ഒരു സൂര്യഗ്രഹണ സമയത്ത് യാദവന്മാരും വ്രജവാസികളെല്ലാവരും കൂടി അവിടെ എല്ലാവരും കൂടെ സമന്തപഞ്ചകം എന്ന സ്ഥലത്ത് തീർത്ഥസ്നാനത്തിൽ, സൂര്യഗ്രഹണ സമയത്ത് തീർത്ഥസ്നാനം വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ അവിടെ ഒത്തുകൂടി 3 മാസം അവിടെ എല്ലാവരും കഴിഞ്ഞു. പണ്ട് കൂടെ ഒന്നിച്ച് കളിച്ച് വളർന്നിരുന്ന ഗോപികമാരെല്ലാവരും അവിടെ എത്തിയിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു പുനർസമാഗമം ഉണ്ടായ കഥയാണ് വർണ്ണിക്കുന്നത്. ക്വചിദഥ തപനോപരാഗകാലേ പുരി നിദധത് കൃതവർമ്മകാമസൂനു യദുകുലമഹിളാവൃതസ്തുതീർത്ഥം സമുപഗതോസി സമന്തപഞ്ചകഖ്യം. ക്വചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, അഥ അനന്തരം അവ്യയമാരണ്ടും. തപനോപരാഗകാലേ, തപനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യോപരാഗം എന്ന് പറഞ്ഞാൽ സൂര്യഗ്രഹണം കാലത്തിൽ പുരി നഗരത്തിലെ നിദധത് അവിടെ ഏൽപ്പിച്ചു എന്നുള്ള അർത്ഥമാണ്. അവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഏൽപ്പിച്ചു. ആരെ? കൃതവർമ്മകാമസൂനു, കൃതവർമാവിനെയും. കാമസൂനു എന്ന് പറയുമ്പം കാമൻ പ്രദ്യുമ്നനാണല്ലോ, ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും പുത്രനാണല്ലോ പ്രദ്യുമ്നൻ. പ്രദ്യുമ്നൻ്റെ പുത്രനാണ് അനിരുദ്ധൻ. അനിരുദ്ധനെയും കൃതവർമാവിനെയും കൂടെ ദ്വാരകയിലെ സുരക്ഷിതത്തിന് ഏൽപ്പിച്ചിട്ട് ബാക്കി എല്ലാവരും കൂടെ യദുകുല മഹിളാവൃത സുതീർത്ഥം, യദുകുലത്തോടും മഹിള എല്ലാ സ്ത്രീകളും ഒന്ന് ചേർന്ന് ആവൃത എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടവനായിട്ട് സുതീർത്ഥമായ നല്ല തീർത്ഥമായ സമന്തപഞ്ചകഖ്യം, സമന്തപഞ്ചകം എന്ന പേരുള്ള തീർത്ഥസ്ഥാനത്ത് സമുപഗത അവിടെ പോയവനായി, എത്തിച്ചേർന്നവനായി നീ ഭഗവാൻ പോയി. എല്ലാവരും കൂടെ പോവുകയാണ്. ഈ തീർത്ഥ സ്നാനങ്ങളിലെ അടുത്ത സമയത്ത് കുംഭമേളയൊക്കെ നടന്നത് അറിയാമല്ലോ. അവിടെ ആ തീർത്ഥസ്നാനം ഒരു വലിയ പുണ്യകർമ്മമായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നീട് ഒരു പ്രയോജനമുള്ളത് എല്ലാ ബന്ധുക്കൾക്കും ഒന്നിച്ചു ചേരാനുള്ള ഒരു സന്ദർഭം കൂടെയാണ്. അടുത്ത പദ്യം നോക്കാം. ബഹുതര ജനതാഹൃദായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുലപരിമുക്തവിത്തരാശി സമമിളധാഃ കുരു പാണ്ഡവാദിമിത്രൈഃ. ബഹുതര ജനതാഹിതായ, അപ്പം അങ്ങും അവിടെ പോയിട്ട് ആ തീർത്ഥസ്ഥാനത്തിന് മുങ്ങി കുളിച്ചു. അതാണ്. അപ്പോൾ അങ്ങ് പരിശുദ്ധനാണെങ്കിലും അത് ലോകഹിതത്തിനും. പിന്നെ പറയുന്നത് അങ്ങ് അവിടെ കുളിക്കുമ്പോൾ ആ തീർത്ഥം തന്നെ കൂടുതൽ പരിശുദ്ധമാവും എന്നുള്ള അർത്ഥമാണ്. ബഹുതര ജനതാഹിതം, അവരുടെ ഹിതത്തിനായിക്കൊണ്ടും. ത്വമപിനിയും പുനൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധീകരിക്കുന്നുണ്ട്. വിനിമജ്യ തീർത്ഥതോയം, തീർത്ഥതോയത്തിൽ വിനിമജ്യ മുങ്ങിയിട്ട് തീർത്ഥതോയത്തെ പുനൻ പരിശുദ്ധമാക്കിയിട്ട് ദ്വിജകുല പരിമുക്ത വിത്തരാശി, ബ്രാഹ്മണർക്ക് ദ്വിജകുലത്തിന് പരിമുക്തം കൊടുത്തത് എന്നർത്ഥം. അവർക്ക് ഇഷ്ടം പോലെ കൊടുത്ത വിത്തരാശി. അങ്ങനെയും പറ്റും. അവിടെ വരുന്നവർക്കെല്ലാം ധനമുള്ളവർക്ക് ധനം കൊടുക്കാമല്ലോ. അങ്ങനെ കൊടുത്തവനായിട്ട് സമമിളധാഃ ഒന്ന് ചേർന്നു. കുരു പാണ്ഡവാദി മിത്രൈഹി, കൗരവ പാണ്ഡവ തുടങ്ങിയ മിത്രങ്ങളോട് ഒന്ന് ചേർന്നു. എല്ലാവരും അവിടെ എത്തും. വടക്കേന്ത്യയിൽ കുംഭമേള പോലെയുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും ഒന്ന് ചേരുന്ന സ്ഥലമാണ്. തവ ഖലു ദൈതാജനൈ സമേത ദ്രുപദസുത ത്വയി ഗാഢഭക്തിഭാരാം തദുദിത ഭവതാ ഹൃദി പ്രകാരൈരതിമുദേ സമമന്യഭാമിനീഭിഃ. തവ ദൈതാജനൈഃ സമേതാഹ, തവ അങ്ങയുടെ ദൈത പത്നിമാർ, അത് 16,000 പിന്നെ 8 പേര്, 16,008 പേരാണല്ലോ. അവരോട് സമേത ചേർന്നവളായ ഖലുവ്യയമാണ് ദ്രുപദസുത. അപ്പോൾ പാണ്ഡവരും വന്നെന്ന് പറഞ്ഞല്ലോ. ദ്രൗപദി, പ്രാഞ്ചാലിയും ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൃഷ്ണൻ്റെ പത്നിമാരുമായിട്ട് അവർ കുശലപ്രശ്നം നടത്തി. ത്വയി ഗാഠഭക്തിയാണ്, ഭഗവാനിൽ ഭക്തയാണ് ഈ ദ്രൗപദി. പാണ്ഡവരുടെ പത്നിയാണല്ലോ. അപ്പോൾ പാഞ്ചാലി തദുദിത ഭവദാഹൃതി പ്രകാരേഹി, അവരോട് ഓരോരുത്തരുടെയും
കുശലം പറയുമ്പോൾ ചോദിച്ചു എങ്ങനെയാണ് കൃഷ്ണൻ അപഹരിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നല്ലോ. രുക്മിണിയോട് ചോദിക്കുമ്പോൾ രുക്മിണി കഥ പറയും. പിന്നെ ഓരോരുത്തരും അവരെ എങ്ങനെയാണ് ഭഗവാൻ സ്വന്തമാക്കിയത് എന്ന് പറയും. 8 പേരെ ഭഗവാൻ സ്വീകരിക്കുന്നത് പലരെയും പല പ്രകാരത്തിലാണല്ലോ, നേരത്തേത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ 16,000 പേരെ ആ നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നവരാണല്ലോ. എന്നിട്ട് തതുദിത എന്ന് പറഞ്ഞാൽ അവരെ പറയപ്പെട്ട ഭവദാഹൃതി പലതരത്തിലെഴുതി അതിമുദേ അത്യന്തം സന്തോഷിച്ചു. സമം അന്യഭാമിനീഭി സമം, അന്യ പത്നിമാരോടൊപ്പം ഈ പാഞ്ചാലി സന്തോഷിച്ചു. തദനുജ ഭഗവൻ നിരീക്ഷ്യ ഗോപാൻ അതികുതുകാതുപഗമ്യമാനയിത്വ ചിരതര വിരഹാതുരാംഗരേഖാ പശുപവധൂ സരസം ത്വമന്വയാസീ. തദനു അനന്തരം ഭഗവൻ എന്നാണ്, അല്ലയോ ഭഗവാനെ നീ നിരീക്ഷ്യ നോക്കിയിട്ട് കണ്ടിട്ട് ഗോപാൻ. അപ്പോഴാണ് ഗോപന്മാരുടെ വിഭാഗമോട് വന്നിട്ടുണ്ട്. അവരെ കണ്ടപ്പോൾ താൻ എത്രയോ കാലം കളിച്ച് നടന്ന കൂട്ടുകാരാണ് ഗോപന്മാരെയും അതികുതുകാതുപഗമ്യ അവരെ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ അടുത്തേക്ക് സമീപിച്ചിട്ട് മാനയിത്വ അവരെ വളരെയധികം സന്തോഷമായി. അവർക്ക് അവിടെ മാനയിത്വം എന്ന് പറഞ്ഞാൽ ബഹുമാനയിത്വ എന്നെടുക്കണ്ട, അവരെ അതുപോലെ സൗഹൃദമാണ് അവിടെ. ചിരതര വിരഹാതുരാംഗരേഖ, അവിടെ ഗോപികമാരുമുണ്ട്, ആ ഗോപതരണികൾ. ഞാൻ എൻ്റെ കൂടെ പണ്ട് അനേകം രാസക്രീഡയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതിലെല്ലാം ഉണ്ടായിരുന്ന ഗോപതരണികളുണ്ട്. അവരെ ചിരതര വളരെ കാലമായി വിരഹാതുരം ദുഃഖം കൊണ്ട് അംഗരേഖാഹ, രേഖ എന്ന് പറഞ്ഞാൽ ഒരു നൂല് പോലെ രേഖ വര പോലെയായി അംഗം ശരീരം, അത്ര ക്ഷീണിതരാണ് ആ ഭഗവാനോടുള്ള വിരഹം കൊണ്ട് അർത്ഥം. അങ്ങനെയുള്ള പശുപ വധൂഹു ആ തരണിമാരെ പശുപ കന്യകമാരെയും സരസം രസത്തോടുകൂടി സന്തോഷത്തോടുകൂടി ത്വം അന്വയാസി എന്ന് പറഞ്ഞാൽ അവരോട് ഒപ്പം ചേർന്നു, കൂടെ ചേർന്നു എന്നർത്ഥം. സപതിജ ഭവതീക്ഷണോത്സവേന പ്രമുഷിതമാനഹൃദാം നിതംബിനീനാം അതിരസപരിമുക്തകഞ്ജുളീയേ പരിചയ ഹൃദ്യതരേ കുചേനിലൈഷീ. സപതി പെട്ടെന്ന് ഭവതീക്ഷണോത്സവന, അങ്ങേ കണ്ടതിലുള്ള ആ ഉത്സവം ആണ്, ഈക്ഷണത്തിലുള്ള ഉത്സവം കൊണ്ട് പ്രമുഷിതമാനഹൃദാം അത്യന്തം സന്തോഷത്തോടു കൂടിയ ഹൃദയത്തോടു കൂടിയവരായ നിതംബിനികളുടെ ആ സുന്ദരിമാരുടെ അതിരസ പരിമുക്ത കഞ്ചുളീകെ, കഞ്ചുളീകം എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രങ്ങളാണ്, ഈ മുലക്കച്ച എന്നൊക്കെ പറയും. അത് പരിമുക്തമായതാണ്, അത് അവിടെ നിന്നും മാറിയതായി. അങ്ങനെയുള്ള വളരെ പരിചയഹൃദ്യമായ ആ കുജത്തിലെ കുജമധ്യത്തിലെ ഞലൈഷീഹി എന്നാണ്, നീ ലയിച്ചു ചേർന്നു. അപ്പം മുമ്പ് ഉണ്ടായിരുന്ന രാസലീലയുടെ ഒരു ആവർത്തനം പോലെയാണ് ഇവിടെ പറയുന്നത്. രിപുജനകലൈ പുനഃ പുനർമേ സമുപഗതൈര്യതീ വിളംബനാഭൂത് ഇതി കൃതപരിരംഭണേ ത്വയിദ്രാഗതിവിവശാ ഖലു രാധികാനിലില്യേ. അതിലേറ്റവും പ്രിയപ്പെട്ട ഒരു ഗോപികയായിട്ടാണ് രാധികയെക്കുറിച്ച് പറയുന്നത്. ഭാഗവതത്തിൽ അത്ര കൂടുതൽ പറയുന്നില്ല, ഇവിടെ ഭട്ടതിരിയെ കൂടുതൽ പറയുന്നുണ്ട്. ഞാൻ ഇപ്പം ഭഗവാൻ പറയുന്നു, എനിക്ക് നിങ്ങളെ കാണാൻ എന്നും വരാൻ പറ്റിയില്ല, കാരണം എന്നും ശത്രുക്കളാണ്, യുദ്ധമാണ്. അതാണ് രിപുജന കലഹേഹി, ശത്രുജന കലഹങ്ങളാൽ യുദ്ധമാണ്, കലഹങ്ങളുടെ യുദ്ധം. പുനഃ വീണ്ടും ജരാസന്ധൻ്റെ യുദ്ധമൊക്കെ 18 തവണയാണല്ലോ യുദ്ധത്തിന് വരുന്നത്. മേ സമൂപഗതൈഹി, അങ്ങനെ വന്നു ചേർന്ന കലഹങ്ങളാണ്. യതീ വിളംബന, ഇത്രയും താമസം ഉണ്ടായി നിങ്ങളെ ഒന്ന് കാണാൻ തന്നെ അഭൂത്. ഇത് കൃതപരിരംഭണേ തൊയ്, ഇങ്ങനെ പരിരംഭണം എന്ന് പറഞ്ഞാൽ ആലിംഗനം എന്ന് പറഞ്ഞുകൊണ്ട് നീ ആലിംഗനം ചെയ്തപ്പോൾ ദ്രാഗപ്പെട്ടെന്ന് തന്നെ അതിവിഷയായ രാധിക നിലില്യ എന്ന് പറഞ്ഞാൽ നിന്നിൽ ലയിച്ചു എന്നർത്ഥം. അപഗത വിരഹവ്യഥാസ്തദാരഹസി വിധായ ദദാഥ തത്വബോധം പരമസുഖചിതാത്മകോഹമാത്മേത്യുദയതോ സ്ഫുടമേവ ചേതസീതി. ഇങ്ങനെ പല ദിവസം ഇങ്ങനെ പോയി. അപ്പോൾ ഈ വിരഹവ്യഥ അവരുടെ പോയി, അപകടം പോയ വിരഹവ്യഥയോടുകൂടിയ അവരെ വീണ്ടും രഹസ്യമായിട്ട്
ദദാഥ തത്വബോധം നൽകി. അവരോടുള്ള സംഭാഷണത്തിൽ പറഞ്ഞു, പരമസുഖചിതാത്മക അഹം, ഞാൻ പരമസുഖചിതാത്മക എന്നാണ്. എനിക്ക് ഈശ്വരഭാവം കൊണ്ടിനിയും പല കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെയുള്ള ഞാൻ ആത്മാ ഇതി ഉദയതു, ഞാൻ ആ ഈശ്വരഭാവമാണെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കണം. വാഹ, നിങ്ങൾക്ക് സ്ഫുടമേവ ചേതസി, നിങ്ങളുടെ മനസ്സിൽ സ്ഫുടമായിട്ട് തന്നെ ഉണ്ടാകണം. സ്ഫുടമേവ ഉദയതു എന്നാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തത്വബോധം ദദാഥ എന്നാണ്. എന്നുള്ള തത്വബോധത്തെയാണ് നൽകിയത്. സുഖരസപരിമിശ്രിതോ വിയോഗഃ കിമപി പുരാഭവദുദ്ധവോപദേശൈഃ സമഭവതു അമുദഃ പരം തു തസാം പരമസുഖൈക്യമയീ ഭവദ്വിചിന്ത. പറയുന്നത്, മുമ്പ് ഉദ്ധവർ വന്ന് ഈ ഭഗവാന്റെ വിരഹത്തിൻ്റെ കാരണമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ വിരഹ ദുഃഖം കുറഞ്ഞതാണ്. പറഞ്ഞു, ഇങ്ങനെ ഭഗവാനെ ഈശ്വരൻ്റെ കർമ്മങ്ങളൊക്കെ, ഈശ്വര അവതാര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടെന്നൊക്കെ അന്ന് ഉദ്ധവർ പറഞ്ഞു. അതാണ് സുഖരസ പരിമിശ്രിത വിയോഗ, ആ സന്തോഷത്തോട് ഒപ്പം ഉള്ള വിയോഗം, കിമപി കുറച്ച്, പുരാ അഭവത് പണ്ട് അഭവത് ഉണ്ടായി, ഉദ്ധവോപദേശങ്ങളാൽ അതുണ്ടായിട്ടുണ്ട്. വിയോഗം സുഖരസ പരിമിശ്ര സുഖാനുഭവമായിട്ടും തോന്നി. ഈശ്വരനാണല്ലോ ഞങ്ങളോട് ഉണ്ടായിരുന്നത് എന്നുള്ള തോന്നൽ. സമഭവത് അമുതപരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭഗവാൻ നേരിട്ട് കാര്യം പറഞ്ഞു ഇതിന് ശേഷം എന്നർത്ഥം ഭവിച്ചു. താസാം അവർക്ക് പരമസുഖൈക്യമയി ഭഗവത്വിചിന്ത, അങ്ങനെയെക്കുറിച്ചുള്ള ചിന്ത പരമസുഖൈക്യമയിയായി, പരസുഖ ഐക്യമായി, പരമസുഖത്തെ നൽകുന്നതായിട്ട് മാറി. മുനിവര നിവഹൈസ്തവാതപിത്ര ദുരിതശമായ ശുഭാനി പൃച്ഛമാനൈഃ ത്വയി സതി കിമിദം ശുഭാന്തരൈരിത്യുരു ഹസീതൈരവി യാജിതസ്തദാ അസൗ. ഈ പുണ്യതീർത്ഥ സ്നാന സമയത്ത് ദുരിതം എല്ലാം വേണ്ടതിന് വേണ്ട കർമ്മങ്ങളും ചെയ്യാം. സാധാരണ ബലിതർപ്പണമൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ അത് ദുരിതമില്ലാതാകാൻ ശുഭങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പൃച്ഛ്യമാനൈഹി മുനിവര അവരോട് തവ പിത്ര അങ്ങയുടെ പിതാവിനാൽ ചോദിക്കപ്പെട്ടവരായ ആ മുനിശ്രേഷ്ഠന്മാരാൽ, മഹർഷിമാരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ ചെയ്യാനൊക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ത്വയി സതി ഭഗവാൻ നിങ്ങളുടെ പുത്രനായിട്ട് നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ, കിമിതം ശുഭാന്തരൈഹി വേറൊരു ശുഭം എന്താണ്, വേറൊരു ശുഭകാര്യം എന്താണ് ഇവിടെ വേണ്ടത് ഈ സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്താണ് വേണ്ടത്? ഇതി ഉരുഹസിതൈഹി വളരെ ചിരിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ് ആ മുനിശ്രേഷ്ഠന്മാർ. എങ്കിലും എന്ന് പറഞ്ഞാൽ എങ്കിലും ഉരുഹസിതൈഹി മുനിവരെ നിവഹൈഹി എന്നെടുക്കണം, അവരാലാണ് ചോദിക്കപ്പെട്ടത്. എങ്കിലും യാജിത തഥാ അസൗ, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ അസൗ ഈ പിതാവ്, യാജിത എന്ന് പറഞ്ഞാൽ യജ്ഞം കഴിപ്പിക്കപ്പെട്ടവനായി എന്നർത്ഥം, യാഗം കഴിപ്പിക്കപ്പെട്ടവനായി. അവിടെ വസുദേവരുടെ നേതൃത്വത്തിൽ യാഗവും നടത്തി. സുമഹതി യജനേ വിദായമാനേ പ്രമുദിതമിത്രജനേ സഹൈവ ഗോപാഃ യദുജനമഹിതാസ്ത്രിമാസമാത്രം ഭവദനുഷങ്കരസം പുരേവ ഭേജുഃ. സുമഹതി യജനെ വളരെ വലിയ ആ യാഗസന്ദർഭത്തിൽ വിദായമാനെ അത് നടത്തപ്പെട്ടപ്പോൾ, അതെല്ലാം സപ്തമിയാണ്, അതിൽ എന്നുള്ള വരുമ്പോൾ അത് ചെയ്തപ്പോൾ എന്ന അർത്ഥത്തിൽ സതിസപ്തമി പ്രയോഗമാണ്. വലിയതിൽ യജനത്തിൽ ചെയ്തതിൽ എന്ന് പറയുമ്പോൾ ചെയ്തപ്പോൾ, പ്രമുദിത മിത്രജനെ വളരെ സന്തോഷത്തോടു കൂടിയ മിത്രജനെ സഹൈവ ഗോപാഹ മിത്രജനങ്ങളെല്ലാം സന്തുഷ്ടരായി. ഗോപാഹ സഹൈവ ഗോപന്മാരും. യദുജനമഹിതാഹ എന്നാണ്. യദുജനമഹിതാഹ മഹത്തുക്കളായ യദുജനങ്ങളും. ത്രിമാസം മാത്രം 3 മാസം ഈ ഗോപന്മാരും യദുക്കളും യാദവരും. ആ മധുരാപുരിയിലാണല്ലോ കൂടുതലും യാദവരൊക്കെ ഉള്ളത്. ഈ ഗോപന്മാർ, ഈ പ്രപഞ്ചത്തിലുള്ള ഗോപന്മാരെ പണ്ട്
കൃഷ്ണൻ താമസിച്ച സ്ഥലത്ത് തൻ്റെ ആൾക്കാരെയെല്ലാം ദ്വാരകയിലോട്ട് കൊണ്ടുപോയെങ്കിലും പിന്നെ അവിടെ വളരെയധികം ഗോപന്മാരുണ്ട് നൃത്തത്തിന്. അവരും വന്നിരുന്നു അവിടെ. അവരെ 3 മാസം ഈ സമന്ത പഞ്ചകത്തിൽ തങ്ങുകയാണ്. ഭഗവത് അനുഷംഗരസം, ഭഗവാന്റെ സംഘരസം, ഭഗവാനുമായിട്ടുള്ള ചേർന്നുള്ള രസം ഇവരെല്ലാവരും പുരായേവ പണ്ടത്തെ പോലെ തന്നെ ഭേജുഹു എന്ന് പറഞ്ഞാൽ നേടി നൃത്തം. വ്യപഗമ സമയേ സമിത്യരാധാം ദൃഢമുപഗൂഹ്യ നിരീക്ഷ്യ വിഹിതഖേദാം പ്രമുദിത ഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മാം ഗതേഭ്യ. വ്യപഗമ സമയം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്ത്, രാധയെ സമീപിച്ചിട്ട് ഭഗവാൻ ദൃഢമുപഗൂഹ്യ, ദൃഢമായിട്ട് ഉപഗൂഹനം ചെയ്യാന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്തിട്ട് വീതഖേദാം നിരീക്ഷ്യ, രാധയുടെ ഖേദമെല്ലാം മാറി എന്ന് കണ്ടിട്ട് പ്രമുദിത ഹൃദയ, സന്തുഷ്ട ഹൃദയനായിട്ടാണ് ഭഗവാൻ തിരിച്ചു പോകുന്നത്. പുരം പ്രയാത, പുരത്തിലേക്ക് എത്തിച്ചേർന്നു, ദ്വാരകയിലേക്ക് പോയി. അങ്ങനെയുള്ള പവനപുരേശ ഗുരുവായൂരപ്പ, അങ്ങ് മാം ഗതേഭ്യ പാഹി, എന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ചാലും, എല്ലാ ഗതം എന്ന് പറഞ്ഞാൽ രോഗം, എല്ലാ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.